മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് വെടിമരുന്ന് പൊട്ടിക്കുകയല്ല വേണ്ടത്. മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് നിങ്ങൾ ഈദ് ആഘോഷിക്കണമെങ്കിൽ മധുരം ഉണ്ടാക്കി ആ മധുരം കൊണ്ടുപോയി അയലോകത്തെ ജനങ്ങളെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി ഒന്ന് സന്തോഷിപ്പിച്ച ശേഷം നിങ്ങൾ വന്ന് നോമ്പാചരിക്കുക, ഈദ് ആഘോഷിക്കുക. ആ ഈദ് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി മനുഷ്യർ ഈ മധുരം കൊടുക്കാൻ തുടങ്ങി. ഈജിപ്തിലും എത്യോപ്യയിലും ഒക്കെ മനുഷ്യർക്ക് മധുരം എന്നുള്ള വാക്കാണ് ഹലാവ. അവർ ഹലാവ ഉണ്ടാക്കി മനുഷ്യരെ കൊണ്ട് കൊടുത്ത് സന്തോഷിപ്പിച്ച് തിരിച്ചു വരും. ആ ഹലാവ കേരളത്തിൽ വന്ന് നമ്മളതിനെ ഹൽവയാക്കി മാറ്റി അങ്ങനെ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹൽവ കോഴിക്കോടൻ ഹൽവയും പൊന്നാനി ഹൽവയാണ്. ഇപ്പോൾ ഈജിപ്തുകാരനോ എത്യോപ്യക്കാരനോ ഹൽവ അതിനുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഹൽവ. അതാണ് ഹൽവയ്ക്കുണ്ടായ രൂപാന്തരം. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമൊക്കെ മധുരം എന്ന വാക്ക് അവരുടെ ഭാഷയിൽ അത് ജിലേബ് എന്നാണ് വാക്ക്. അവർ ജിലേബ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. ആ ജിലേബ് ഇന്ത്യയിൽ വന്നപ്പോൾ ജിലേബി എന്നായി. മധുരം കൊടുത്തിട്ട് ദൈവത്തെ ഉത്സവം ആഘോഷിച്ചാണ്. തുർക്കികൾ പറഞ്ഞു മധുരം മാത്രം കൊടുത്തിട്ട് എന്ത് കാര്യം, വയറ് നിറയണ്ടേ. തുർക്കികൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ആട്ടിറച്ചിയും ചോറും കൂടെ ചേർത്തൊരു സാധനം ഉണ്ടാക്കി. അതിനെ അവർ വിളിച്ച പേരാണ് ഈദ് അൽ ബിരിയാം. തുർക്കി ഭാഷയിൽ ബിരിയാം എന്ന് പറഞ്ഞാൽ സന്തോഷം, ഈദിൻ്റെ സന്തോഷം, ഈദ് അൽ ബിരിയാം. അങ്ങനെ ഈദ് അൽ ബിരിയാം ബോംബെയിലെത്തിയപ്പോൾ അത് ബിരിയാമിയായി. കേരളത്തിൽ വന്നപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം ആണി അതിൻ്റെ കൂടെ ചേർത്ത് അങ്ങനെ ബിരിയാണി എന്നാക്കി മാറ്റിക്കളഞ്ഞു. നല്ലൊരു വാക്കിനെ, സന്തോഷം എന്നുള്ള വാക്കിനകത്ത് ആണി ചേർക്കാൻ മലയാളിക്കുള്ളത് വേറെ ആർക്കുണ്ടെങ്കിലും പറ്റുക. അങ്ങനെ തുർക്കികൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ആട്ടിറച്ചിയും ചോറും ഉപയോഗിച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത്. മലയാളികൾ എന്ത് ചെയ്തു, എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ കപ്പ ബിരിയാണി, ചക്ക ബിരിയാണി, മീൻ ബിരിയാണി. ഇന്നാളെ ഞാൻ വടക്കോട്ട് പോയ സമയത്ത് രാത്രി 9 മണി കഴിഞ്ഞ് പോയി. ഹോട്ടൽ അടച്ചു പോലെ എന്ന് വെച്ചൊരു ഹോട്ടലിൽ കയറി. ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു വെണ്ടയ്ക്ക ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. തുർക്കികൾ പോലും സ്വപ്നം കണ്ടുണ്ടാവില്ല വെണ്ടയ്ക്ക ബിരിയാണി ഉണ്ടാക്കാം. അത് മലയാളികളുടെ പരിപാടിയാണ്. അപ്പോൾ മനുഷ്യന് വയറ് നിറച്ച് ആഹാരം കൊടുക്കുക, അവന് മധുരം കൊടുക്കുക. അങ്ങനെ വേണം മതപരമായ ആഘോഷങ്ങൾ നടത്താൻ. അല്ലാതെ ആനയെ കൊണ്ടൊന്ന് ഉത്സവം നടത്തി അതിൻ്റെ ആന വേണമെങ്കിൽ 4 ചവിട്ടിക്കൊന്ന് വെടിക്കെട്ട് നടത്തി വെടി പൊട്ടി 102 ചാവുക, ഇങ്ങനെയൊക്കെയാണോ ഉത്സവം? പ്രവാചകൻ പറഞ്ഞ് പാടില്ല. മതപരമായ ഉത്സവം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന, അവൻ്റെ ആഹാരം പരിപോഷിപ്പിക്കുന്ന ഒന്നായിരിക്കണം ആഘോഷം. ഈദ് ആഘോഷിക്കാൻ വേണ്ടി പരിശുദ്ധ പ്രവാചകൻ 12 നിയമം ഉണ്ടാക്കി. ഓരോ നിയമവും എത്ര ശ്രദ്ധേയമാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു മേൽക്കൂരയുള്ള ഒരു സ്ഥലത്തും ഈദ് ആഘോഷിച്ചേക്കരുത്. ഈദ് ഗാഹിൽ പോയി, ഓപ്പൺ സ്പേസിൽ പോയി ഈദ് ആഘോഷിച്ചോണം. അള്ളാഹുവും മനുഷ്യനും തമ്മിൽ ഒരു ബാരിയറും പാടില്ല, ഒരു തടസ്സവും പാടില്ല. റൂഫുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഈദ് ആഘോഷിക്കരുത്. മനുഷ്യൻ നേരെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നോ ബാരിയേഴ്സ് ഇൻ ബിറ്റ്വീൻ. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു ഈദ് ആഘോഷിക്കണമെങ്കിൽ മണ്ണിൽ ചവിട്ടുന്ന ഈദ് ആഘോഷിക്കണം. ഒരു ചെരുപ്പും കാലിലെങ്ങും പാടില്ല. മനുഷ്യൻ മണ്ണാണ്, അവൻ മണ്ണിലേക്ക് പോകും. ആ മണ്ണിൽ ചവിട്ട് നിന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവന് ഈദിന് പ്രാർത്ഥിക്കാൻ. വേറും മണ്ണിൽ ചവിട്ടി വേണം അവൻ പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു ഈദ് ആഘോഷിക്കാൻ പോകുമ്പോൾ ആ പോകുന്ന വഴി കൂടെ തിരിച്ചു വരരുത്. പോകുന്ന വഴി കൂടെ തിരിച്ചു പോയവൻ തന്നെ തിരിച്ചു വന്നേ. ഈദ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാൻ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ആസ് എ ന്യൂ ഹ്യൂമൻ ബീയിങ്. അതുകൊണ്ട് ഒരു വഴി കൂടെ ഈദിന് പോയാൽ വേറൊരു വഴി കൂടെ കറങ്ങിയിട്ടേ വീട്ടിലെത്താവൂ. ഹി ഷാൽ ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ്. ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ 12 നിയമങ്ങൾ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു ശാസ്ത്രീയമായ, എന്തൊരു ഒരു വ്യക്തമായ പ്രിൻസിപ്പിളിലാണ് ഒരു ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചത്. ലോകത്തിലേതെങ്കിലും മതം ഇങ്ങനെ സിംപ്ലിസ്റ്റിക്കായി മറ്റാർക്കും പരിക്ക് പറ്റാത്ത സന്തോഷിപ്പിക്കുന്നൊരു ഉത്സവം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ 12 നിയമങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മതത്തിൻ്റെ ആഘോഷങ്ങൾക്ക് പ്രവാചകൻ മാറ്റം വരുത്തി. 5ാമതായി പരിശുദ്ധ പ്രവാചകൻ ചെയ്തത് വളരെ ശ്രദ്ധേയമായ ഒരു തത്വമാണ് മനുഷ്യാവകാശം. മനുഷ്യനായി ഭൂമിയിൽ മറ്റുള്ളവരെ കാണണം, ഉച്ചനീചത്വങ്ങൾ പാടില്ല. പരിശുദ്ധ പ്രവാചകൻ ആ മനുഷ്യത്വം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചു. പരിശുദ്ധ പ്രവാചകന് ശിഷ്യന്മാരിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യഹൂദൻ മരിച്ചവൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ വരികയാണ്. പരിശുദ്ധ പ്രവാചകൻ നേരെ പോയി തലക്കെട്ടെടുത്ത് മാറ്റി അതിനെ വണങ്ങി ശേഷം തിരിച്ചു വന്നു. അബൂബക്കർ 1ാമത്തെ ഖലീഫയാണ്. അദ്ദേഹം ചോദിച്ചു എന്ത് കാണിച്ച അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡിയല്ലേ, അതിനെ പോയി വന്ദിക്കുമോ? പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു അബൂബക്കറെ അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡി അല്ല, ഒരു മനുഷ്യൻ്റെ ശവശരീരമാണ്.
അതിനെ ബഹുമാനിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനുഷ്യനെ ബഹുമാനിക്കണം. ഇന്നൊരു ശവശരീരം പോകുമ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ വണ്ടിയും കൊണ്ട് വന്നാൽ സബ് ഇൻസ്പെക്ടർ വണ്ടി നിർത്തി ഇറങ്ങി അതിന് ഉപചാരം അർപ്പിക്കാം. വെട്ടി ഞുറുക്കി ഒരു ശരീരം കിടക്കുകയാണ്. ഞങ്ങളവിടെ പോയി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചെല്ലുമ്പോൾ ആദ്യം ഞങ്ങൾ തൊപ്പി പൊക്കി ബോഡിയെ വന്നിച്ച ശേഷം തിരിച്ച് തൊപ്പി വെച്ചിട്ടേ തുടങ്ങുള്ളൂ പരിപാടി. ശവശരീരത്തെ വന്ദിക്കാൻ പോലീസിനെ പഠിപ്പിച്ചത് പരിശുദ്ധ പ്രവാചകനാണ്. പരിശുദ്ധ പ്രവാചകൻ തലക്കെട്ടെടുത്ത് ശവത്തെ വന്ദിച്ചതാണ് പോലീസിനെ പഠിപ്പിച്ച സംഭവം. ബാച്ചുകളായുള്ള സബ് ഇൻസ്പെക്ടർമാർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പം ശവശരീരത്തെ വന്ദിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ച എങ്ങനെയാണെന്ന് ഈ സർവ്വ കേരളത്തിലെ മുഴുവൻ SI-മാരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ശവശരീരത്തെ വന്ദിക്കണം. മരിച്ചു കഴിഞ്ഞാൽ പോലും മനുഷ്യാവകാശങ്ങൾ അവർക്ക് ഉറപ്പുള്ളതാണ്. പരിശുദ്ധ പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി പ്രവാചകൻ. അമ്മ വീട്ടുകാരെല്ലാം കൂടെ കല്ലെറിഞ്ഞ് പ്രവാചകന് പരിക്ക് പറ്റി രക്തം ഒലിച്ചുകൊണ്ടൊരു മരത്തിന് ചോട്ടിപ്പോയി നിൽക്കുകയാണ് പ്രവാചകൻ. അപ്പോൾ ദൈവത്തിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. പ്രവാചക, ഇവരെ അങ്ങ് സംഹരിച്ചേക്കട്ടെ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു അങ്ങ് പരമകാരുണികനാണ്, അങ്ങ് കരുണയാണ് കാണിക്കേണ്ടത്. ഇവർക്കിപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് അവരെന്നെ കല്ലെറിഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഏതാനും വർഷത്തിന് ശേഷം അവർക്ക് സത്യമൊക്കെ മനസ്സിലാവും, അവരിഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞു. മാലാഖ ചോദിച്ചപ്പോൾ സാധാരണ മനുഷ്യനാണെങ്കിൽ അവന്മാരെല്ലാം ഒന്ന് ശരിയാക്കേക്കാൻ പറഞ്ഞതിനായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, നോ, പരമാവനായ അള്ളാഹു കരുണ വേണം മനുഷ്യനോട് കാണിക്കാൻ. അവർ കുറച്ച് കഴിയുമ്പോൾ സത്യം മനസ്സിലാകുമ്പോൾ തിരിച്ചു വന്നോളും. മനുഷ്യത്വപരമായി അവരോട് ഡീൽ ചെയ്യാൻ പറഞ്ഞു. പരിശുദ്ധ പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ചെയ്തൊരു പ്രസംഗമുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കണം. മനുഷ്യത്വത്തിൻ്റെ പരമകാരുണ്യ ഭാവമാണ്. അറബിയെന്നോ അറബിയല്ലാത്തവനെന്നോ, വെളുത്തവനെന്നോ കറുത്തവനെന്നോ, ഉന്നതകുല ജാതനെന്നോ ഉന്നതകുല ജാതൻ അല്ലെന്നോ ഉള്ള ഭൂമിയിൽ മനുഷ്യൻ്റെ യാതൊരു ക്ലാസിഫിക്കേഷനും മനുഷ്യനും തമ്മിൽ പാടില്ല. എല്ലാവരും തുല്യരാണ്. ലോകത്തിൽ ആദ്യമായി മനുഷ്യർ തുല്യരാണെന്ന വലിയ തത്വം ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുന്നതിന് ഒരു 1200 വർഷത്തിന് മുമ്പ് പ്രവാചകൻ്റെ ഫെയർവെൽ സ്പീച്ചാണ്. സ്വർഗാരോഹണം ചെയ്യാൻ പാടില്ല, അതിന് മുമ്പ് ലാസ്റ്റ് പ്രവാചകൻ്റെ പ്രസംഗമാണ്. ഒരു തരത്തിലുള്ള ഉച്ചനീയത്വങ്ങളും മനുഷ്യർ തമ്മിൽ പാടില്ല. നിങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം. അത് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്തത്. ലോകത്തിലെ എല്ലായിടത്തും ജാതി ഇന്ത്യ ഉണ്ടാക്കി. ഈജിപ്തുകാർക്ക് 4 ജാതി, ബാബിലോണുകാർക്ക് 4 ജാതി. കേരളത്തിൽ ഇന്ത്യയിലെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നൊരു പഞ്ചമൻ, 5 ഗ്രൂപ്പാണ്. ചൈനക്കാർക്ക് 4 ജാതി. പ്രവാചകൻ പറഞ്ഞു, ജാതി എന്നൊരു സാധനം പാടില്ല. ഇന്നിവിടെ പ്രാർത്ഥനയിൽ പറഞ്ഞ ഭാഗമാണത്. പ്രവാചകൻ പറഞ്ഞ്, നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഒരേ ആദത്തിൻ്റെയും അവയുടെയും സന്ധി പരമ്പരകളിൽ ഭൂമിയിലെ മനുഷ്യർ മുഴുവൻ, അതിനകത്ത് യാതൊരു വ്യത്യാസവും ഈശ്വരൻ കൽപ്പിച്ചിട്ടില്ല. ഏകോദര സഹോദരങ്ങളോട് ജീവിക്കണം. പിന്നെ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ചില ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളെല്ലാം ഒരപ്പൻ്റെ അമ്മയുടെ മക്കളാണെന്ന് നിങ്ങൾ ധരിച്ചു കൊള്ളണം. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതാണ് പ്രവാചകൻ ഫെയർവെൽ സ്പീച്ചിൽ പഠിപ്പിച്ചത്. എല്ലാ മനുഷ്യരും തുല്യരാക്കി. ഇസ്ലാം ഈജിപ്തിൽ ചെല്ലുമ്പോൾ 4 കക്ഷിയുള്ളൊരു ഗ്രൂപ്പായിരുന്നു, 4 ജാതി ഉണ്ടായിരുന്നു. ഇസ്ലാം ഈജിപ്തിലെ ജാതികളെ തുടച്ചു നീക്കി. ഇന്ന് ഈജിപ്തിലെ ഫറോ രാജാവിൻ്റെ സന്ധി പരമ്പരപ്പെട്ട ആരാണ്, അവിടുത്തെ അടിമയുടെ സന്ധി പരമ്പപ്പെട്ട ആരാണെന്ന് ഈജിപ്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റില്ല. ബാബിലോണിൽ 4 ജാതി ഉണ്ടായിരുന്നു. ബാബിലോണിലെ 4 ജാതികളും തുടച്ചു നീക്കി, എല്ലാവരും തുല്യരാക്കി. ഇന്ത്യയിൽ 4 വർണ്ണങ്ങളും 800 ജാതികളും 8000 ഉപജാതിയുമുള്ള ഒരു സമൂഹമായിരുന്നു ഇന്ത്യ. ഇന്ത്യയിൽ ഇസ്ലാം വന്നു. ഇസ്ലാം മതം എന്തുണ്ടായി? ജാതി ചിന്ത തുടച്ചു നീക്കി. ഇന്ന് ഒരു മുസ്ലിം ബ്രാഹ്മണൻ പണ്ട് വേദം ചേർന്നവനാണോ, ശൂദ്രൻ വേണ്ടത് ചേർന്നവനാണോ, SC/ST വേദം ചേർന്നവൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ജാതിയില്ല. ഒരിക്കൽ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ്. മഹാനായ ഹറൂൺ അൽ റഷീദ് ഉമായത് കാലിഫേറ്റിൻ്റെ, അബ്ബാസിഡ് കാലിഫേറ്റിൻ്റെ വലിയ റൂളറാണ്. AD 780 മുതൽ 808 വരെ ഭരിച്ചിരുന്ന ആൾ. അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് അങ്ങോട്ട് മുട്ടുകുത്തുകയും അവിടെ നിന്ന് ആൾ ചാടിയും എഴുന്നേറ്റ്. കാരണം അവിടെ തൊട്ടടുത്ത് മുട്ടുകുത്തിയിരുന്ന ആൾ ബാർബറായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഷേവ് ചെയ്യുന്ന ബാർബറാണ്. ചാടി എഴുന്നേറ്റ് ഹറൂൺ അൽ റഷീദ് ചോദിച്ചു, നീ എന്താണ് ചാടി എഴുന്നേക്കുന്നത്? അയ്യോ, ചക്രവർത്തിയുടെ കൂടെ ഞാൻ മുട്ടുകുത്താനോ? ഹറൂൺ അൽ റഷീദ് ചോദിച്ചു, എന്തോ ചക്രവർത്തിയുടെ? അല്ലാഹുവിൻ്റെ മുമ്പിൽ നീ ഞാൻ ഒന്നാ. ഞാനിപ്പോൾ എനിക്കൊരു ജോലി ചക്രവർത്തിയായിട്ട് ദൈവം തന്നിരിക്കുന്നു, നീ ബാർബർ. അതുകൊണ്ട് എന്താണ്, തൊഴിലനുസരിച്ച് മനുഷ്യനെ വേർതിരിക്കാനോ? പാടില്ല. നമ്മളെല്ലാവരും തുല്യരാണ്. ഹറൂൺ അൽ റഷീദും ബാർബറും തൊട്ടപ്പുറത്തും മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഇസ്ലാം പള്ളിയിൽ
കാര്യം അള്ളാഹുവിന് മുമ്പിൽ എന്തോ ചക്രവർത്തി, എന്തൊരു ബാർബർ. ക്രിസ്തുമതം ഇവിടെ വന്നു. ക്രിസ്തുമതത്തിൽ ഓരോരുത്തർ കുടുംബവും പറയും, ഞങ്ങൾ ബ്രാഹ്മണൻ വേദം, ഞങ്ങൾ നായർ വേദം ചേർന്നാണ്, ഇവൻ പുലയ ക്രിസ്ത്യാനിയാണ്, മറ്റവൻ മൂക്രിയാണ്, ബാക്രിയാണെന്നൊക്കെ പറയും. ഇസ്ലാമിൽ പാക്രിയില്ല, പൂക്രിയില്ല. ഏത് ജാതിയിൽ നിന്നാണ് ഇവൻ ഇസ്ലാമിൽ ചേർന്നതെന്ന് ഒരു കുടുംബവും കണക്ക് സൂക്ഷിക്കുന്നില്ല. ചൈനയിലെ ഉഗ്യൂർ പ്രോവിൻസിൽ ഇസ്ലാം പിടിച്ചെടുത്തു. ഉഗ്യൂർ പ്രോവിൻസിൽ പണ്ടത്തെ മംഗോളിയൻ ആരാണ്, പണ്ടത്തെ മാഞ്ചു ആരാണ്, പണ്ടത്തെ ചിങ് ഡൈനാസ്റ്റിപ്പെട്ടവൻ ആരാണെന്ന് ഒന്നും അറിഞ്ഞൂടാ. ഈക്വലൈസ്ഡ്. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കി, മനുഷ്യർ തമ്മിലുള്ള വേർതിർത്തി ഇല്ലാതാക്കി ഇസ്ലാം ഏതൊക്കെ രാജ്യത്തിൽ പോയിട്ടുണ്ടോ അവിടെ ഒരു ജാതിയില്ല. എവരിബഡി ഈസ് ഈക്വൽ. ഇതാണ് ഇസ്ലാമിൻ്റെ അത്ഭുതം. പരിശുദ്ധ പ്രവാചകൻ്റെ ഒരു അത്ഭുതമാണ്. മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചു. ഇനി മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചതുപോലെ തന്നെ താഴ്ന്ന ജീവികളുടെ മനുഷ്യാവകാശം വരെ അദ്ദേഹം സംരക്ഷിച്ചു കൊടുത്തു. ബദർ യുദ്ധം നടക്കുകയാണ്, സൈന്യം പോവുകയാണ്. അപ്പോൾ ഒരു പട്ടി പ്രസവിച്ചിറക്കുകയാണ്, ഒരു നായ പ്രസവിച്ചിറക്കുകയാണ്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, സൈന്യം വഴിമാറിപ്പോകാൻ പറഞ്ഞു. ആ മൃഗം പ്രസവിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ ശല്യം ഉണ്ടാക്കാൻ പാടില്ല. സൈന്യം വഴിമാറിപ്പോകാൻ തുടങ്ങി. അപ്പോഴും പ്രവാചകൻ അറിയാം, ഈ പോലീസിൻ്റെ സ്വഭാവം അറിയാം. ഈ പോലീസിനും പട്ടാളത്തിന് യൂണിഫോമും കാലേ ഒരു ഷൂസും കിട്ടിയാലുണ്ടല്ലോ എന്തിനേയും തൊഴിച്ചു കളയും. അതാണ് പോലീസിൻ്റെ സ്വഭാവം. ഇവൻ തൊഴിക്കും എന്നുള്ള അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം 2 പട്ടാളക്കാരെ അവിടെ കാവൽ നിർത്തി. ആ പട്ടിക്കൊന്നും പറ്റാതെ നോക്കിക്കോണം, എല്ലാ സൈന്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾ 2 ഇനി വരാമെന്ന് പറഞ്ഞു. മൃഗത്തിന് പോലും സംരക്ഷണം. മൃഗത്തിന്, മനുഷ്യന് മാത്രമല്ല മൃഗത്തിന്. പ്രവാചകൻ പറഞ്ഞ രസകരമായ കഥയുണ്ട്. ഒരു വേശ്യസ്ത്രീ സ്വർഗത്തിൽ പോയ കഥയാണ്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പട്ടി ഒരു കിണറിൻ്റെ ചുറ്റും കിടന്ന് ഓടുന്നു. കുറച്ച് കഴിഞ്ഞ് ദാഹിച്ച് വെള്ളം കിട്ടാതെ അതിങ്ങനെ തളർന്നങ്ങ് വീണ്. അപ്പം അതുവഴി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വന്നു. ആ പ്രോസ്റ്റിറ്റ്യൂട്ട് സ്വർഗത്തിൽ ചെന്നപ്പം അള്ളാഹു പറഞ്ഞു, കയറിപ്പൊക്കോളാൻ പറഞ്ഞു. മലക്ക് പറഞ്ഞു, അള്ളാഹു ഈ സ്ത്രീ ഭൂമിയിലൊരു പാപിനിയായ സ്ത്രീയാണെന്ന് അങ്ങേക്ക് അറിഞ്ഞൂടെ, അങ്ങനെയാണ് ഈ സ്ത്രീ കയറിപ്പോകാൻ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, വിവരം അറിയാതെ മലക്കെ സംസാരിക്കരുത്, ഞാൻ നിന്നോട് കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. കിണറിൻ്റെ തീരത്ത് പട്ടി കുഴഞ്ഞു വീണപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യുന്നറിയാമോ? ആ സ്ത്രീ തൻ്റെ വസ്ത്രത്തിന് കുറേ ഭാഗം വലിച്ച് കീറി ഒരു കയറ് പോലെ ഉണ്ടാക്കി, ഷൂസ് കെട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി. ഒരു ഷൂസ് വെള്ളം പട്ടിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. പട്ടി കുറച്ച് ജീവനൊക്കെ വീണ് നിന്ന്. 2ാമതൊരു ഷൂ ഒഴിച്ചു കൊടുത്തു. 3ാമതൊരു ഷൂ ഒഴിച്ചു കൊടുത്തു. 3 ഷൂസ് നിറച്ച് വെള്ളം കിട്ടിയപ്പം പട്ടി എഴുന്നേറ്റ് വാലാട്ടിയിട്ട് പോയി. പട്ടി ആയതുകൊണ്ട് വാലാട്ടി. മനുഷ്യനാണെങ്കിൽ 2 കുരയും കൂടെ കൊടുത്തന്നെയായിരുന്നു മനുഷ്യൻ്റെ സ്വഭാവത്തിന്. അപ്പോൾ എന്ത് പറ്റി? 3 തവണ വെള്ളത്തിൻ്റെ പിന്നെ ഷൂസും കേടായിപ്പോയി. പിന്നെ ആ സൂക്ഷിച്ചിട്ട് നടക്കാൻ പറ്റുമോ? ഒരു ഷൂസ് പോയാൽ പിന്നെ മറ്റൊരു ഷൂസ് കൊണ്ട് കാര്യമുണ്ടോ? തിളച്ച മണലിലൂടെ ആ സ്ത്രീ നടന്നുപോയി. കാലിനടിവശം പൊള്ളി. ഷൂസ് വാങ്ങിക്കണ്ടേ? അന്ന് രാത്രി വീണ്ടും വ്യഭിചരിച്ചു. ആ പൈസ കൊണ്ട് അവൾ ഷൂസ് വാങ്ങിച്ച്. അങ്ങനെ ഒരു പട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന് ഈ സ്ത്രീ സ്വർഗം അർഹിക്കുന്നു. മൃഗങ്ങളോട് ദയ കാണിക്കുക, മനുഷ്യനോട് ദയ കാണിക്കുക. ഇത് ഇസ്ലാമിൻ്റെ വലിയ തത്വങ്ങളെന്നാണ്. മനുഷ്യാവകാശം എന്ന് പറയുന്ന വലിയ അവകാശങ്ങൾ ഇസ്ലാം സ്ഥാപിച്ചു കൊടുത്തു എന്നുള്ളതാണ്. 6ാമതായി പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ച വലിയൊരു പാഠമാണ്. അത് സെക്കുലറിസം എന്ന് പറഞ്ഞ പാഠമാണ്. മതചിന്തകൾക്കതീതമായി സംസാരിക്കണം. മതചിന്തകൾക്കതീതമായി. പ്രവാചകൻ ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം പള്ളി വെച്ച്. ക്രിസ്ത്യൻ നേതാക്കന്മാരും യഹൂദ നേതാക്കന്മാരും ഉണ്ട്. അപ്പോൾ വാങ്ക് വിളിച്ചു. ക്രിസ്ത്യൻ നേതാക്കന്മാർ പറഞ്ഞു, പ്രവാചക ഞങ്ങൾ പുറത്ത് പോയിട്ട് വരാം, അങ്ങയുടെ പ്രാർത്ഥന കഴിയുമ്പോൾ വരാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളോടെ വന്നേ? ഞാൻ മക്കയിലോട്ട് നോക്കി പ്രാർത്ഥിക്കാൻ, നിങ്ങളിവിടെ തന്നെ പള്ളിക്കകത്ത് തന്നെ മുട്ടുകുത്തിക്കൊള്ളാൻ പറഞ്ഞു. പള്ളിക്കകത്ത് മുട്ടുകുത്തി. യഹൂദൻ ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിച്ച്, ക്രിസ്ത്യാനി കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ച്, പ്രവാചകൻ മക്കയ്ക്ക് നോക്കി പ്രാർത്ഥിച്ച്. ഒരേ മുസ്ലിം പള്ളിക്കകത്ത് 3 മതക്കാരും ഒരുപോലെ പ്രാർത്ഥിച്ച്. ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഒരു മതവും തമ്മിലൊരു വ്യത്യാസവും. പരിശുദ്ധ പ്രവാചകൻ മെദീനയിൽ ചെന്നു. അദ്ദേഹം അവിടെ മെദീന ഡോക്യുമെൻ്റ് എന്നൊരു ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്തു 622. 42 പാരഗ്രാഫുണ്ട്. ഞാനൊക്കെ അത് വായിച്ച് അമ്പരന്ന് പോയി. ആ മെദീന ഡോക്യുമെൻ്റ് തുടങ്ങുന്ന വിശ്വപ്രസിദ്ധമായ പ്രഖ്യാപനത്തിലാണ്. മെദീനയിൽ 11,500 പേരുള്ളതിൽ 1,500 പേരെ മുസ്ലിങ്ങളുള്ളൂ. 10,000 പേര് യഹൂദന്മാരും ക്രിസ്ത്യാനികളും ട്രൈബൽസാണ്. മുസ്ലിങ്ങൾ വലിയ ന്യൂനപക്ഷമാണ്. 11,500 പേരുള്ളതിൽ യാത്രീബ് അല്ലെങ്കിൽ മദീനയിൽ 1,500 പേരെ മുസ്ലിങ്ങളുള്ളൂ. പ്രവാചകനൊരു കൽപ്പനയിട്ടു. മദീന ഡോക്യുമെൻ്റ്. മദീനയിൽ ജീവിക്കുന്ന യഹൂദന്മാരും ക്രിസ്ത്യാനികളും ട്രൈബൽസും മുസ്ലിംസും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു ഭരണം ഞാൻ ഉറപ്പ് നൽകുന്നു. 7 കൊല്ലം മദീന ഭരിച്ച പ്രവാചകൻ. മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 1,500 എത്ര ആയിട്ട് വർദ്ധിച്ചു? 1,600 വർദ്ധിച്ചു.
ക്രിസ്ത്യാനിക്കും ട്രൈബലിനും ഏതെങ്കിലും ഒരു ട്രൈബലിനും മുസ്ലിമിനെ ഉപദ്രവിച്ചോ? ഒറ്റയാളിനെ ഉപദ്രവിച്ചില്ല. എല്ലാവരെയും വളരെ ഭംഗിയായിട്ട് സ്വീകരിച്ച് അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം മെക്ക പിടിച്ചെടുക്കുമ്പോൾ ഒറ്റ തുള്ളി രക്തം വീണിട്ടില്ല. നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. മെക്ക പിടിച്ചെടുക്കുകയാണ്. മെക്ക പിടിച്ചെടുത്ത് അവിടെ വരുമ്പോൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്ത മഹാന്മാരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് സ്വന്തം മകളെ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് കുന്തത്തിൻ്റെ അറ്റത്ത് കുത്തി താഴെ ഇട്ട് ഒരുത്തനുണ്ട് അവിടെ. അവൻ മുമ്പിൽ വന്നു. പ്രവാചകൻ പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ അത് നിൽക്കരുത്. കാര്യം കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ മനുഷ്യനല്ലേ, വികാരം ഉണ്ടായല്ലോ എന്ന് വിചാരിച്ച് പൊക്കോളാൻ പറഞ്ഞു. ഒന്നും ചെയ്തില്ല, അവനെ കൊന്നില്ല. അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്ത് അബൂ സുഫിയാനെ കൊന്നില്ല. അബൂ സുഫിയാൻ ഇസ്ലാം മതം സ്വീകരിച്ച് പ്രവാചകൻ്റെ കൂടെ വന്നു. പ്രവാചകനെ ഉഹൂദ് യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഖാലിഫ് ഇബൻ വലീദ് ഉണ്ടല്ലോ, വലീദ് വന്ന് വലീദിനെ പ്രവാചകൻ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. വലീദ് ഇസ്ലാമിൽ ചേർന്നു. ഇസ്ലാമിൻ്റെ ആദ്യത്തെ 6 യുദ്ധങ്ങളും യാക്കൂട്ട് യുദ്ധം ഉൾപ്പെടെ ജയിച്ചത് ഈ ഖലീഫ ഇബൻ വാലിദാണ്. ഉഹൂദ് യുദ്ധത്തിൽ പ്രവാചകനെ തോൽപ്പിച്ച ആദ്യഘട്ടത്തിൽ. 2ാം ഘട്ടത്തിൽ പ്രവാചകൻ ജയിച്ച് ഖാലിഫ് ഇബൻ വലീദിനെ മുസ്ലിമാക്കി. അദ്ദേഹമാണ് ബൈസാൻഡിയൻ ആർമിയെ തോൽപ്പിച്ചതും റോമൻ ആർമിയെ തോൽപ്പിച്ചതും. ഇസ്ലാം ഇത് വലിയ തത്വമായി സ്വീകരിച്ചിട്ടുള്ള ഒന്നാണ്. മറ്റു മതങ്ങളോട് സമഭാവനയോടുകൂടി പെരുമാറുക. അറബികൾ ജീവിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ മറ്റു മതക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈജിപ്തിൽ ക്രിസ്ത്യാനികളുണ്ട്. അവിടെ ഒരു പാത്രീസുണ്ട്. 120 ബിഷപ്പന്മാരുണ്ട്. ഈജിപ്തിൻ്റെ ജനസംഖ്യയിൽ 20% ക്രിസ്ത്യാനികളാണ്. 1400 കൊല്ലം ഇസ്ലാം ഭരിക്കുന്ന രാജ്യമാണ്. അവിടെ ഈ പാത്രീസും അച്ഛന്മാരും മെത്രാന്മാരും 120 മെത്രാന്മാരും സുഖമായിട്ട് ജീവിക്കുന്നു. അന്ത്യോക്യയിലെ പാത്രീസ് അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ പള്ളിയിൽ നിന്ന് പോലീസും പട്ടാളവും നിന്ന് പിടിച്ച് പുറത്തിറക്കാണ് കേരളത്തിൽ. പക്ഷേ ഇറാഖിൽ എന്താണ് സംഭവം? ആ പാത്രീസ് സുഖമായിട്ടവിടെ 1400 ജീവിക്കുന്നു. പാത്രീസിനുള്ള ക്രിസ്ത്യാനികൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. തന്നെയുമല്ല എല്ലാ മാസവും ട്രഷറിയിൽ നിന്ന് പള്ളിയിൽ അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു. കേരളത്തിൽ നിന്നും കുറേ എണ്ണം സദാം ഹുസൈൻ്റെ കാലത്ത് ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് അച്ഛന്മാരവിടെ പോയി അവിടുത്തെ പള്ളിയിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുമായിരുന്നു ഇറാഖിൽ നിന്ന്. സർക്കാർ ട്രഷറിന്നേ ക്രിസ്ത്യൻ അച്ഛന്മാർക്ക് ശമ്പളം. ഇതാണ് ഇറാഖിൽ നടന്നത്. ഹറൂൺ റഷീദിൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? മാർമിസൈഡ്. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. സദാം ഹുസൈൻ്റെ പ്രധാനമന്ത്രി താരിഖ് അസീസ്, പേര് കേട്ട നമ്മളൊരിക്കും മുസ്ലിമാണെന്ന്. താരിഖ് അസീസ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. സദാം ഹുസൈൻ്റെ പ്രധാനമന്ത്രി ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. ഇന്ത്യയിൽ അക്ബർ ചക്രവർത്തി വന്നു. അക്ബറിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? ബീർബൽ, ബ്രാഹ്മണനാണ്. അക്ബറിൻ്റെ ധനകാര്യമന്ത്രി ആരായിരുന്നു? രാജാ തോണ്ടർമാൽ, ഒരു വൈശ്യനാണ്. അക്ബറിൻ്റെ സർവ്വസൈന്യാധിപൻ രാജാ മാൻസിംഗ്, രജപുത്രനാണ്. അക്ബറിൻ്റെ 12 അംഗ മന്ത്രിസഭയിലെ 6 പേരും മുസ്ലിങ്ങളല്ല, ഇൻക്ലൂഡിങ് ദ പ്രൈം മിനിസ്റ്റർ. അക്ബർ ചക്രവർത്തിക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, രജപുത്ര ശ്രീ ജോധാബായി. ജോധാബായി ഇസ്ലാമാകാൻ അക്ബർ ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. തന്നെയുമല്ല ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന് തൊട്ട് ചേർന്നൊരു ക്ഷേത്രം ഉണ്ടാക്കിയ അക്ബർ. എന്തിനാണ്? ഭാര്യയ്ക്ക് നടന്നു പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാനായിട്ട്. ജോധാബായിക്ക്. അക്ബറിന് 12 ഭാര്യമാരിലായിട്ട് 4 ആൺമക്കളുണ്ടായിരുന്നു. ഒരു മുസ്ലിം സ്ത്രീ പ്രസവിച്ച ഒരാളിനെ പിൻഗാമയാക്കി കൂടെ അക്ബറിനെ. അക്ബർ ജോധാബായി പ്രസവിച്ച ജഹാംഗീറിനെ പിൻഗാമയാക്കി. ഹിന്ദു സ്ത്രീ പ്രസവിച്ച സ്ത്രീയെ പിൻഗാമയാക്കി. ഏറ്റവും കൂടുതൽ പേരുദോഷം കേൾക്കുന്ന ആളാണ് ഔറംഗസീബ്. ഔറംഗസീബിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? രാജാ രഘുരാജ്. ഔറംഗസീബിൻ്റെ പ്രധാനമന്ത്രി ഹിന്ദുവാണ്, രജപുത്രനാണ്. അദ്ദേഹം ജസിയ ചാർത്തി എന്നാണ് കുഴപ്പം. അദ്ദേഹം അമുസ്ലിങ്ങൾക്ക് 2.5% ജസിയ ചാർത്തി. പക്ഷേ അമുസ്ലിങ്ങൾക്ക് വെൽഫെയർ ടാക്സ് കൊടുക്കണ്ട. മുസ്ലിങ്ങൾക്ക് ജസിയ ഇല്ല, പക്ഷേ അവർക്ക് വെൽഫെയർ ടാക്സ് ഉണ്ട് 2.5%. അപ്പോൾ ജസിയ കൊടുക്കുന്ന ഹിന്ദുവും ജസിയ കൊടുക്കാത്ത മുസ്ലിമും ഒരേ ടാക്സാണ് അടയ്ക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തർ പ്രസംഗിക്കുന്ന കേട്ടാൽ എന്തോ അന്യായം കാണിച്ച രീതിയിലാണ്. മുസ്ലിം വെൽഫെയർ ടാക്സ് കൊടുക്കുന്ന 2.5%, അത് അമുസ്ലിങ്ങൾ കൊടുക്കണ്ട. അമുസ്ലിം ജസിയ കൊടുക്കണം, പക്ഷേ അമുസ്ലിമിന് വെൽഫെയർ ടാക്സ് ഇല്ല. അപ്പോൾ ടോട്ടൽ ടാക്സ് ഈക്വലാണ്. അതാണ് സംഭവം. അതുപോട്ടെ, ഔറംഗസീബിനെതിരെ രാജാ രഘുരാജ് പ്രധാനമന്ത്രി ഒരു ഹിന്ദുവാണ്. തെക്കേ ഇന്ത്യയിൽ ടിപ്പു സുൽത്താനെതിരെ ഭയങ്കര കലാപമാണ്. ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളെ മറ്റവരൊക്കെ ഉപദ്രവിച്ചാൽ ശുദ്ധ കള്ളക്കഥ ബ്രിട്ടീഷുകാർ പറഞ്ഞുണ്ടാക്കിയ ഈ കഥ മുഴുവൻ ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളുടെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി. ആ ടിപ്പു സുൽത്താൻ്റെ പ്രധാനമന്ത്രി ആരാണ്? ടിപ്പു സുൽത്താൻ്റെ പ്രധാനമന്ത്രി പൂർണിയ, ഒരു ബ്രാഹ്മണനാണ്.
ടിപ്പുവിൻ്റെ മന്ത്രിസഭയിൽ 12 മന്ത്രിമാരുള്ളതിൽ 7 പേരും അമുസ്ലിങ്ങളാണ്, 5 പേരേ ഉള്ളൂ മുസ്ലിങ്ങൾ, 7 പേര് അമുസ്ലിങ്ങളാണ്. ടിപ്പുവിൻ്റെ ഭാര്യമാരിൽ ഒരു ഭാര്യ ഉണ്ണിച്ചാറ, വടകരക്കാരിയുടെ നായർ സ്ത്രീയാണ്. ആ ഉണ്ണിച്ചാറ മുസ്ലിം ഭവൻ ടിപ്പു ആവശ്യപ്പെട്ടോ? ഇല്ല. തന്നെയുമല്ല, ശ്രീരംഗപട്ടണം കൊട്ടാരത്തിനോട് ചേർന്ന് അദ്ദേഹം ഒരു ക്ഷേത്രം ഉണ്ടാക്കി. എന്തിനാണ്? ഉണ്ണിച്ചാറയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. ആ ക്ഷേത്രത്തിൽ പോയി ഉണ്ണിച്ചാറ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ ആശാന്മാരെന്ത് ചെയ്യുന്നറിയാം? ആ ക്ഷേത്രത്തിനകത്തുനിന്ന് വിഗ്രഹം എടുത്ത് മാറ്റി. ശ്രീരംഗപട്ടണം ക്ഷേത്രം ഇപ്പം നിങ്ങളൊന്ന് പോയി നോക്കിയാൽ ശ്രീരംഗപട്ടണം കോട്ടയ്ക്കകത്തുള്ള ക്ഷേത്രത്തിനകത്തുനിന്ന് വിഗ്രഹം എടുത്ത് മാറ്റി. മുസ്ലിമായ ടിപ്പു സുൽത്താൻ ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാനുണ്ടാക്കിയ ക്ഷേത്രം ഹിന്ദു ഭരണാധികാരികൾ അതിൻ്റെ അകത്തുനിന്ന് വിഗ്രഹം എടുത്ത് മാറ്റി. ഇതാണ് സത്യം, ചരിത്രത്തിലെ സത്യം. മുസ്ലിം ഭരണാധികാരികൾ അവർ ഭരിക്കുന്ന സ്ഥലത്തൊക്കെ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തു. ഒറ്റ സ്ഥലത്ത് കൂട്ടക്കൊല ഉണ്ടായില്ല. ഒറ്റ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എതിർപക്ഷത്തോട്ട് പോയില്ല. അവർ വളരെ ഭംഗിയായിട്ട് അതിൽ വിശ്വസിച്ചു. ഇനി ഇസ്ലാം മതം വാളുകൊണ്ട് മതം വളർത്തിയെന്ന് പറഞ്ഞ് ഒരു കള്ളക്കഥ അടിച്ച് വിട്ടിരിക്കുകയാണ് ഈ സായിപ്പ് അവിടുന്ന്. എന്താണ് സംഭവം? ഇസ്ലാം ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഇസ്ലാം മതം സ്പ്രെഡ് ചെയ്തതിന് പ്രധാന കാരണം പർസ്യ പ്രവാചകൻ ഉണ്ടാക്കിയ ശ്രദ്ധേയമായൊരു നിയമസംഹിതയാണ്. റോമൻ സാമ്രാജ്യത്തിനകത്തും പേർഷ്യൻ സാമ്രാജ്യത്തിനകത്തും മനുഷ്യനും ഭൂമിയുടെ മുകളിൽ അവകാശം ഉണ്ടായിരുന്നില്ല. പട്ടയ നമ്പർ കിട്ടത്തില്ല. അവൻ കരമടച്ച് അതിനകത്ത് കൃഷി ചെയ്യാം. ഉടമസ്ഥാവകാശം ചക്രവർത്തിയുടേതാണ്. ഇനി ആ ഭൂമി കൃഷി ചെയ്യാൻ അനുവദിക്കുന്നതിൻ്റെ ഭാഗമായി എപ്പോൾ യുദ്ധം ഉണ്ടായാലും അവൻ്റെ ആൺകുട്ടിയെ യുദ്ധത്തിന് വിട്ടുകൊടുക്കണം. ആൺകുട്ടി ഇല്ലാത്തൊരാളാണെങ്കിൽ വേറൊരാളുടെ ആൺകുട്ടിയെ വാടകയ്ക്ക് എടുത്ത് മെഴ്സണറി ആക്കിയിട്ട് അയച്ചു കൊടുക്കണം യുദ്ധത്തിൽ. ആ യുദ്ധത്തിൽ സേനാനായകൻ്റെ ഇതിൻ്റെ മണ്ടത്തരം പറ്റിയാൽ 20,000 50,000 പേരാണ് കൊല ചെയ്യപ്പെടുന്നത്. കുടുംബങ്ങൾ മുഴുവൻ വാനിഷ്ഡ്. പ്രവാചകൻ പറഞ്ഞു, ഇത് പാടില്ല. കൃഷി ചെയ്യുന്നവനാണ് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം. അറബി ദേശത്തിൽ പ്രവാചകൻ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതാത് കൃഷിക്കാരന് കൊടുത്തു. ഇസ്ലാം സ്ത്രീയെ പിടിച്ചെടുത്ത് ആ കൃഷി ചെയ്തുകൊണ്ടിരുന്നവന് കൃഷിഭൂമി കൊടുത്തു. അവൻ്റെ ഒരാൺമക്കൾ യുദ്ധത്തിന് വരണ്ട, സ്റ്റാൻഡിങ് ആർമി യുദ്ധം ചെയ്തോളും. ഭൂമി കൃഷി ചെയ്യാൻ കൊടുത്തതിന് പകരമായി ആൺമക്കളെ ബലി കൊടുക്കേണ്ട ഒരു കുടുംബവും. പേർഷ്യൻ സാമ്രാജ്യം ഇസ്ലാം പിടിച്ചെടുത്തു. പേർഷ്യൻ സാമ്രാജ്യത്തിലെ മുഴുവൻ ഭൂമിയും കൃഷി ചെയ്യുന്നവന് വിട്ടുകൊടുത്തു. കൃഷി ചെയ്യുന്നവന് പട്ടയം കൊടുത്ത ശേഷം അവൻ്റെ ആൺമക്കളെ യുദ്ധത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞില്ല ഇസ്ലാം. ബൈസാനിയൻ എംപയർ പിടിച്ചു ഇസ്ലാം. എന്ത് ചെയ്തു? ബൈസാനിയൻ എംപയറിൽ കഴിഞ്ഞ 1500 കൊല്ലമായി ഭൂമിയുടെ ഉണ്ടാക്കി അവകാശമില്ലാതെ കൂലിപ്പണിക്കാരനായിരുന്ന കുടികിടപ്പുകാരനായിരുന്ന ആളുകൾക്കെല്ലാം ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുത്തു. എന്നിട്ട് ആ ഉടമസ്ഥാവകാശം കൊടുത്തവന് മക്കളെ യുദ്ധത്തിന് വരാനായിട്ട് ആരോടും ആവശ്യപ്പെട്ടില്ല. അപ്പോൾ അവർ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തോട് കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ബൈസാനിയൻ എംപയർ ആക്രമിച്ചു വന്നു. അവിടുത്തെ മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെ കൂടെ ക്രിസ്ത്യൻ ചക്രവർത്തിക്കെതിരെ യുദ്ധം ചെയ്തു. ഇറാഖിലെയും അവിടെയുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെ കാലിഫയുടെ കൂടെ ഒന്ന് യുദ്ധം ചെയ്തു ക്രിസ്ത്യനായ ബൈസാന്റിയൻ ചക്രവർത്തിക്കെതിരെ. ഇതാണ് ചരിത്രം. ലോകത്തിൽ ആദ്യമായി ഭൂപരിഷ്കരണം എന്നൊരു സാധനം ഉണ്ടാക്കിയത് പരസ്യ പ്രവാചകനും ഇസ്ലാമാണ്. ഒരു സോഷ്യലിസവും കമ്മ്യൂണിസവും ഒന്നല്ല ഭൂപരിഷ്കരണം കൊണ്ടുവന്നത്. ലോകത്തിൽ ആദ്യമായി ഭൂപരിഷ്കരണം കൊണ്ടുവന്നത് ഇസ്ലാമാണ്. അങ്ങനെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുത്തു. മക്കളെ യുദ്ധം വരുമ്പോൾ സൈന്യത്തിൽ വിടണ്ട, ശമ്പളം വേണ്ടവൻ പോയി യുദ്ധം ചെയ്തോണം, അല്ലാത്തവൻ പോണ്ട. അതോടുകൂടി ഒരു 2500 വർഷമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടാത്ത മധ്യപൂർവേഷ്യയിലെ മുഴുവൻ ജനങ്ങൾക്കും കൃഷിസ്ഥലം കിട്ടി. ആ കൃഷിസ്ഥലം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ജനങ്ങൾ സമ്പുഷ്ടരായി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇസ്ലാം വളർന്നത്. ഇസ്ലാമിക രാജ്യത്തിൽ ഭരണത്തിലിരിക്കുമ്പോൾ ഭൂമിയുടെ പട്ടയവും ഉടമസ്ഥാവകാശവും അതിൻ്റെ സംരക്ഷണ അവകാശവും അവർക്ക് കിട്ടി. അധമർണനായിരുന്ന ജനത ഉത്തമർണനായി. ഇതാണ് ഹിസ്റ്ററി. ദിസ് ഇസ് ഹിസ്റ്ററി. അതാണ് ഇസ്ലാമിൻ്റെ വിപ്ലവം. പരസ്യ പ്രവചനം ഉണ്ടാക്കിയ അതിഗംഭീരമായ വിപ്ലവമാണ്. ഈ ലാൻഡ് റവല്യൂഷൻ, ഭൂപരിഷ്കരണം കാരണമാണ് ജനങ്ങൾ മുഴുവൻ ഇസ്ലാമിൻ്റെ കൂടെ നിന്നത്. ബംഗാളിൽ ഭൂപരിഷ്കരണം ഉണ്ടാക്കിയപ്പോൾ ജനങ്ങൾ മുഴുവൻ CPM-ൻ്റെ കൂടെ നിന്ന്. പക്ഷേ അവിടെ ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി പിടിച്ചെടുത്ത് 7 പേര് വെടിവെച്ച് വന്നപ്പോൾ ജനം മുഴുവൻ മറുപക്ഷം പോയി. ഇതാണ് ബംഗാളിൽ സംഭവിച്ചത്. അത് തന്നെ സംഭവം. ഞാൻ റീസെൻ്റ് ഉദാഹരണം പറഞ്ഞല്ലോ. ആ ബൈസാന്റിയൻ കൺട്രിയിലും പേർഷ്യൻ സാമ്രാജ്യത്തിലും പിടിച്ചെടുത്ത രാജ്യങ്ങളിലെ ജനങ്ങൾ ഇസ്ലാമിൻ്റെ കൂടെ നിന്നു. ഇസ്ലാം എവിടം വരെ പോയോ അവിടെ എല്ലാം ഇത് സംഭവിച്ചു. മൊറോക്കോയിൽ തൊട്ട് അൾജീരിയ തൊട്ട് അങ്ങ് ഇന്തോനേഷ്യ വരെ സംഭവിച്ചു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം
ഈ ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഫാമൈനുണ്ടായി, വരൾച്ചയുണ്ടായി, പട്ടിണി മരണങ്ങളുണ്ടായി. ഇസ്ലാം മത രാജ്യത്തിൽ പട്ടിണി മരണം ഉണ്ടായില്ല. അതെന്താ? ഭൂമി തന്നെയല്ല ഇസ്ലാമിലെ രാജ്യങ്ങൾ. ബംഗാൾ ഫാമൈനുണ്ടായി 1941. 2.5 ലക്ഷം പേര് പട്ടിണി കിടന്ന് മരിച്ചു. ഇപ്പോൾ യൂറോപ്പിൽ പട്ടിണി മരണം ഉണ്ടായി, ആഫ്രിക്കയിൽ പട്ടിണി മരണം ഉണ്ടായി. പക്ഷേ ഇസ്ലാം ഏതെല്ലാം രാജ്യങ്ങളിൽ ചെന്നോ അവിടെ പിന്നെ പട്ടിണി മരണം ഉണ്ടായിട്ടില്ല. കാരണം ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു, തൊട്ടയലോക്കത്തോർത്തം പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ സുഭിക്ഷമായ ആഹാരം കഴിച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരമല്ല വിഷമാണെന്ന് പറഞ്ഞു. ഇസ്ലാമിക രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പ്രൊഡക്ഷൻ കുറഞ്ഞാൽ ചക്രവർത്തി ആദ്യം ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൂടുതലുള്ള രാജ്യത്ത് നിന്ന് ഗോതമ്പും മറ്റ് സംഗതികളൊക്കെ ആ ദേശത്തേക്ക് ഒഴുകും. ഹറൂൺ റഷീദിൻ്റെ കാലത്ത് സാമ്രാജ്യത്തിൻ്റെ ഒരേറ്റത്ത് പട്ടിണി ഉണ്ടാവാൻ പോകുന്നു റിപ്പോർട്ട് ചെയ്തു. ഹറൂൺ റഷീദ് എന്ത് ചെയ്തു? അവിടുന്ന് മറ്റു ഭക്ഷണമുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണം ട്രക്കുകളിലാക്കി ആ സ്ഥലത്തോട്ട് അയച്ചു കൊടുത്തു. ഗോതമ്പും മറ്റു സംഗതികളൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുത്തത് കാരണം ഇസ്ലാം മതം ഭരിച്ച രാജ്യങ്ങളിലൊന്നും പട്ടിണി മരണങ്ങളുണ്ടായില്ല, ഫാമൈനുണ്ടായില്ല. ഇസ്ലാമിൻ്റെ ആ വലിയ കാഴ്ചപ്പാട് വളരെ ഭംഗിയായിട്ട് സർട്ടിഫിക്കറ്റ് എഴുതിയത് ക്രിസ്തുമതം വിശുദ്ധയെ പ്രഖ്യാപിച്ച മദർ തെരേസയാണ്. 1942 ബംഗാൾ ഫാമൈനുണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ ഈയാമ്പാറ്റകളെ പോലെ ചത്തു വീഴുകയാണ്. മദർ തെരേസ അമേരിക്കയിലെ പണക്കാർക്ക് എഴുതി, നിങ്ങളിങ്ങനെ കോടീശ്വരന്മാരായി ഇരിക്കുമ്പോൾ ഇവിടെ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ എന്ത് ക്രിസ്തുമതമായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. മദർ തെരേസയുടെ റിക്വസ്റ്റിന് ഭാഗമായി അവർ 2 കപ്പൽ നിറച്ച് 1 കപ്പൽ ഗോതമ്പും 1 കപ്പൽ പാൽപ്പൊടിയും അയച്ചു കൊടുത്തു കൽക്കട്ട തുറമുഖത്തേക്ക്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ പാൽപ്പൊടിയൊക്കെ എടുത്തിട്ട് മദർ തെരേസയുടെ ആശ്രമത്തിൽ മഠത്തിൽ കൊണ്ടു കൊടുത്തു. മദർ തെരേസ അതെല്ലാം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു കന്യാസ്ത്രീ ഓടി വന്നു. മദറെ, ഇതുകൊണ്ട് കാണുന്ന മുസ്ലിം കുടുംബത്തിൽ 3 ദിവസമായി ആഹാരം പാചകം ചെയ്തിട്ട് പട്ടിണി കിടക്കുകയാണെന്നോ. മദർ ഉടനെ 5 കിലോ ഗോതമ്പും 2 കിലോ പാൽപ്പൊടി എടുത്ത് പെട്ടെന്ന് ആ വീട്ടിൽ ചെന്നു. ഉമ്മയുടെ വീട്ടിൽ 2-3 ദിവസമായിട്ട് പട്ടിണിയാണെന്നും കേൾക്കുന്നു. ഈ ഒരു 5 കിലോ ഗോതമ്പും 2 കിലോ പാൽപ്പൊടിയും വെച്ചോ, പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി ഭർത്താവിനും മക്കൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, മദറെ ഒന്നിരിക്കാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ സ്ത്രീ ഒരു സഞ്ചിക്കകത്ത് എന്തോ എടുത്തുകൊണ്ട് മുറ്റത്തിയാടി. കുറച്ച് കഴിഞ്ഞ് സഞ്ചിയില്ലാതെ തിരിച്ചു വന്നു. മദർ തെരേസ ചോദിച്ചു, എന്താ ഉമ്മയെ കാണിച്ചേ? ഉമ്മ പറഞ്ഞു, എൻ്റെ മദറെ, എൻ്റെ വീട്ടിൽ പാചകം ചെയ്തിട്ട് 3 ദിവസമായി. പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്തെ വീട് ഒരു ഹിന്ദുവിൻ്റെ വീടാണ്. അവിടെയും ഞങ്ങളെപ്പോലെ 3 ദിവസമായി ആഹാരം പാചകം ചെയ്തിട്ട്. അതുകൊണ്ട് മദർ എനിക്ക് തന്ന 5 കിലോ ഗോതമ്പിൻ്റെ പകുതിയും മദർ എനിക്ക് തന്ന 2 കിലോ പാൽപ്പൊടിയുടെ പകുതിയും ഞാൻ അപ്പുറത്തെ ഹിന്ദു വീട്ടിൽ കൊണ്ട് കൊടുത്തു. പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ തിരിച്ച് വന്നാണ് മദർ എന്നത്. മദർ തെരേസ സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുകയാണ്. പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ച ഈ പരസ്പര സഹകരണം ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. ആ മുസ്ലിമിൻ്റെ ഉമ്മ കാണിച്ചത് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വരൾച്ചയുണ്ടായി, ഫാമൈനുണ്ടായി, പട്ടിണി മരണങ്ങളുണ്ടായി. ഇസ്ലാം ഭരിച്ച ഒരു രാജ്യത്തിലും പട്ടിണി മരണം ഉണ്ടായില്ല. സൗദി അറേബ്യയിലോ നോർത്ത് ആഫ്രിക്കൻ കൺട്രീസിലോ ഒന്നും പട്ടിണി മരണമില്ല. കാര്യം പട്ടിണി മരണം ഇല്ലാത്തത് ഈ ഭക്ഷണം വിതരണം നടത്തുന്ന ഒരു സമ്പ്രദായം കൊണ്ടാണ്. ഞാൻ സൗദി അറേബ്യയിൽ പോയി. സൗദി അറേബ്യ ചെന്ന് എന്നെ കൊണ്ടുപോയ സംഘടനക്കാർ എന്നെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ വന്നിട്ട് കൈ നീട്ടുന്നു. അപ്പോൾ ഇയാൾ എന്തൊക്കെ സാധനം കൊടുത്തു. ഞാൻ ചോദിച്ചത് എന്ത് സംഭവം? അദ്ദേഹം പറഞ്ഞു, സൗദി അറേബ്യയിലെ ഏത് കടയിൽ ഏത് ഹോട്ടലിലും ഞാൻ പട്ടിണിയാണെന്ന് പറഞ്ഞ് ചെന്നാൽ അവർ സൗജന്യമായിട്ട് ആഹാരം കൊടുക്കും. മിക്കവാറും മലയാളികളായിരിക്കും വാങ്ങിക്കുന്നത്, അത് വേറെ കാര്യമെങ്കിലും കൈ നീട്ടി ഫ്രീ ഫുഡ് കിട്ടാം. ലോകത്തിലെ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഫ്രീ ഫുഡ് കിട്ടും. ഹോട്ടലിന് മുമ്പിൽ ചെന്ന് ഫ്രീ ഫുഡ് ചോദിച്ചാൽ അവൻ ചായ കോരി നമ്മുടെ തലയ്ക്ക് ഒഴിച്ചു തരും. അതാണ് സംഭവം. വളരെ കൃത്യമായിട്ട് സംഭവം ഇത് ഫ്രീ ഫുഡ്. ഞാൻ അമ്പരന്ന് പോയി സൗദി അറേബ്യയിലെ ഹോട്ടലിൽ. ഇത് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പട്ടിണി മരണം ഉണ്ടാകാത്ത, ഫാമൈൻ ഉണ്ടാകാത്ത, എല്ലാ മതക്കാർക്കും തുല്യ പ്രാധാന്യം, മനുഷ്യനായി ജീവിക്കാനുള്ള അവസരം. ഇത് ഇസ്ലാമിൻ്റെ അത്ഭുതകരമായ ഫിലോസഫിയാണ്.